ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ സീസണിൽ ജൻ എക്സ് വൈ സിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആശംസകൾ നേരുന്നു. സെലിബ്രിറ്റിയുടെ രാസലീല യുവ മനസ്സുകൾക്ക് ആകർഷണീയമോ? പ്രിയ യുവതീ യുവാക്കളെ, ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഏത് തിന്മയും ധാർമ്മിക ച്യുതിയും കോളിളക്കം ഉണ്ടാക്കുന്നുവെങ്കിലും നാം അതിവേഗം അത് മറന്നുപോവുകയാണ്. അവിഹിത ബന്ധങ്ങളും പീഡന കേസുകളും സാധാരണമായിരിക്കുന്നു. ഇവ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ ശ്രദ്ധേയനായ യുവ നേതാവിനെതിരെ ഉണ്ടായ പീഡന കേസുകൾ ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യ കേസ് ബലാത്സംഗമായിരുന്നോ പരസ്പര സമ്മതത്തോടെയോ എന്നത് കോടതിയിൽ തീരുമാനിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തേത് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയാണ് എന്ന് പറയപ്പെടുന്നു. ഈ വിഷയം കത്തി നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിലെ പ്രമുഖ നടിയെ പീഡിപ്പിച്ച കേസിന്റെ കോടതി വിധി വരുന്നത്. ഗൂഢാലോചന നടത്തിയ പ്രമുഖ പ്രതിയെ ശിക്ഷിച്ചില്ലെന്നും അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടതും വിധിന്യായത്തിൽ കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി എന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനതയും മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. കുറ്റകൃത്യത്തിന് വിധേയരായവരോടൊപ്പം നല്ല പങ്ക് ജനങ്ങളും അണിനിരന്നാലും കുറ്റവാളികളുടെ പിമ്പിലും വളരെ പേർ അണിനിരക്കുന്നുണ്ട്. ഒരു പ്രമുഖ മതത്തിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരും മറ്റ് ബന്ധങ്ങളെയും ആ മതത്തിനുള്ളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രധാന മതത്തിൽ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹബന്ധം സ്വീകാര്യമാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം നിയമാനുസൃതമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ വിവാഹത്തിന് മുൻപും പിൻപുമുള്ള ഇത്തരം ബന്ധങ്ങൾ നിയമാനുസൃതമാകുന്നു. എന്നാൽ വിവാഹപൂർവ്വ വിവാഹ ഇതര ലൈംഗിക ബന്ധങ്ങളെ വിശുദ്ധ ബൈബിൾ അനുവദിക്കുന്നില്ല. ആരോഗ്യകരമായ ധാർമ്മികമായ വ്യക്തി കുടുംബ ജീവിതത്തിന് ഈ നിഷ്കർഷ ഫലകരമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഒരു നല്ല പങ്ക് വിവാഹം മാറ്റിവെക്കുകയോ കമിതാക്കൾ വിവാഹം കൂടാതെ ഒരുമിച്ച് താമസിക്കാനോ കോഹാബിറ്റേഷൻ താല്പര്യപ്പെടുന്നവരാണ്. മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗത്തിലുള്ള കുതിച്ചുചാട്ടം ഇത്തരം ബന്ധങ്ങൾക്ക് കൂടുതൽ വളക്കൂറ് സൃഷ്ടിക്കുന്നു. ഞാൻ ആമുഖമായി പങ്കുവെച്ച കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവിൻ്റെ പീഡന കഥകളും പ്രമുഖ നടിയെ പീഡിപ്പിച്ചതും യുവജനങ്ങളുടെ സെലിബ്രിറ്റീസ് അഥവാ പ്രശസ്തരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിലെന്താണ് ഇത്ര അസാധാരണത്വമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. മുൻപൊക്കെ ഗോപ്യമായി നടന്നത് ഇന്ന് പകൽ വെളിച്ചത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും വേഗത്തിൽ വെളിപ്പെടുന്നുവെന്നേ ഉള്ളൂ എന്ന് സമാധാനിക്കുന്നവരോട് എനിക്ക് അഭിപ്രായ ഭിന്നത തരുമ്പുമില്ല. പ്രായമുള്ളവർ അധാർമികത എന്ന് മുദ്രകുത്തുന്നത് CY തലമുറകൾ തികച്ചും സ്വാഭാവികമായി കാണുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ ഇത്തരം ബന്ധങ്ങൾ പൂത്തുപുഷ്പിക്കുകയില്ല. എന്നാൽ പുതിയ തലമുറയുടെ ആദരവ് പിടിച്ചുപറ്റിയ സെലിബ്രിറ്റീസ് ഇത്തരം രതികേളികൾ നടത്തുമ്പോൾ ആയതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രവചനാതീതമാണ്. അത് C തലമുറയിലും YX തലമുറകളിൽ പോലും പ്രകടമായ പ്രതികരണങ്ങളും പ്രതിധ്വനികളും സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി അഥവാ പ്രോഡക്റ്റായി മാത്രം കാണുന്ന പുരുഷന്മാർ അനേകരാണ്. അതുകൊണ്ടാണല്ലോ യുവ നേതാവ് രണ്ടാമത്തെ ഇരയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി ഭോഗിച്ചതും പിന്നീടായത് ലംഘിച്ചതും. സ്ത്രീകളുടെ വ്യക്തിത്വത്തെയോ കഴിവുകളെയോ മാന്യതയോ ബഹുമാനിക്കാതെ കുറുക്കൻ കണ്ണുകളിലൂടെ മാത്രം ദർശിക്കുന്ന പുരുഷന്മാർ വളരെയാണ്. ഇത്തരം വീഴ്ചകൾ പതിവായി മാറിയിരിക്കുന്നു. പെൺകുട്ടികൾ പൊതുവെ വൈകാരികമായി വീണ് വഞ്ചിക്കപ്പെടുകയാണ്. പ്രിയ യുവ സ്നേഹിതരെ, ഞാൻ തുറന്നു പറയട്ടെ, നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തി സ്വയം വഴിത്താര വെട്ടിത്തുറന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉന്നം തെറ്റിയ വെടിയുണ്ടയും കടിഞ്ഞാണില്ലാതെ കാറ്റത്ത് പറക്കുന്ന പട്ടം പോലെയുമാണ്. വാസ്തവത്തിൽ നിങ്ങൾ കുത്തഴിഞ്ഞ ജീവിതത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്
ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് വേണ്ടി അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ്. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരുടെ കണ്ണുകൾ ലൈംഗികമായ പ്രലോഭനങ്ങൾക്ക് സഹായിക്കുന്നുവെന്നത് വ്യക്തമാണ്. ആട്ടിൻതോൽ ധരിച്ച തെന്നായ്ക്കൾ ധാരാളമുള്ള സമൂഹമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ധാർമ്മിക ബോധവും സംസ്കാരവും സമൂഹത്തെയും ദൈവത്തെയും ഭയമുള്ള കുറെ പേരുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ ഭൂരിപക്ഷവും നാടോടുമ്പോൾ നടുവേ ഓടുന്നവരാണ്. കേരള സമൂഹത്തിൽ യഥാർത്ഥ ദൈവഭയമുള്ളവർ, ഞാൻ അർത്ഥമാക്കുന്നത് ദൈവവുമായി സജീവമായി ബന്ധമുള്ളവർ വളരെ വളരെ ചുരുക്കമാണ്. അവർക്ക് മാത്രമേ ഒഴുക്കിനെതിരെ നീന്താൻ കെൽപ്പുള്ളൂ. ആയതിനാൽ യുവജനങ്ങൾ ഈ കുത്തൊഴുക്കിൽ അടിപതറാതെ നിങ്ങളുടെ സഹോദരിമാർക്ക് അത്താണിയായി സംരക്ഷണവും സഹായകസ്തവും നീട്ടുന്നവരായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കുന്ന, നന്മയെ മുറുകെ പിടിക്കുന്ന, വെല്ലുവിളികളെ നേരിടാൻ തൻ്റെ ഇടമുള്ള, മാറ്റത്തിൻ്റെ ശങ്കുലി മുഴക്കുന്ന യുവാക്കളെയാണ് ഈ കാലഘട്ടത്തിന് അനിവാര്യമായിരിക്കുന്നത്. പ്രിയ യുവ സ്നേഹിതരെ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ഉന്നതമായ ധാർമ്മികതയും സംസ്കൃതിയും ലഭിക്കുകയുള്ളൂ. ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രബോധിപ്പിക്കുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാല്യത്തിൽ തന്നെ നല്ല ശിക്ഷണവും പരിശീലനവും ലഭിച്ചവർക്ക് പോലും കോളേജ് ക്യാമ്പസ് കാണുമ്പോൾ സ്വർഗം കിട്ടിയ പോലെയാണ്. അടിച്ചു പൊളിച്ച് ആവേശത്തിൻ്റെ തിരതള്ളലിൽ സൗരവിഹാരം നടത്തുകയാണ്. ബൈബിൾ നൽകുന്ന കൗൺസിലിംഗ് ഇതാണ്: യൗവനക്കാര, യൗവനത്തിലെ നിന്റെ ശിക്ഷിതാവിനെ അറിഞ്ഞുകൊള്ളുക. ഡിയർ ഫ്രണ്ട്സ്, ജാഗ്രത. ബൈബിളിലെ കൊരിന്ത്യർ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന വസ്തുതയാണ്. യുവ സ്നേഹിതരെ, ക്രിസ്തു ഈ ലോകത്തിൽ ജാതനായത് നിങ്ങളുടെ പാപത്തിനു പകരമായി ക്രൂശിൽ മരിച്ച് നിങ്ങളെ നിത്യശിക്ഷാവധിയിൽ നിന്നും രക്ഷിക്കുവാനാണ്. ഈ സത്യം വിശ്വസിച്ച് ക്രിസ്തുവിനെ താങ്കളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ഒരു നവ്യ ജീവിതം നയിക്കുവാൻ സാധ്യമാണ്. സ്നേഹിത, ആയതിന് മനസ്സ് വയ്ക്കുമോ? താങ്കളെ ദൈവം സഹായിക്കട്ടെ.